ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹാസ് ക്രിയേഷൻസ്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനും ആദിമോനും കൂടിയിട്ട് കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ എവിടേക്കും അല്ല, ഡെക്കാത്തലോണിലേക്കാണ് പോയത്. അപ്പം ആദ്യം കുറേ നാളായിട്ട് പറയുന്നുണ്ട് ഒരു സ്കേറ്റിംഗ് ഷൂസ് വാങ്ങിക്കൊടുക്കണമെന്ന്. അപ്പം വാങ്ങിക്കൊടുക്കാമെന്ന് കരുതിയിരുന്ന സമയത്തൊക്കെ ലോക്ക്ഡൗണൊക്കെ ആയപ്പം ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഇതാ ഇപ്പം ഓപ്പണൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം ഒന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം സമയം ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഒരു 5:45 ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പം അവിടെ ചെന്നപ്പോൾ 7 മണി വരെ ഷോപ്പുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ തിരക്ക് പിടുത്തമായിരുന്നു. എന്നാലും നല്ല സന്തോഷമുണ്ട്. ഒത്തിരി നാൾക്ക് ശേഷം പുറത്തിറങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു പെരുന്നാളിന് ഞങ്ങൾ ജസ്റ്റ് എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഇങ്ങനൊരു ഔട്ടിങ് ഇപ്പം ലോക്ക്ഡൗണിന് ശേഷം ആദ്യമായിട്ടാണ്. അപ്പം ആദ്യം നല്ല ത്രില്ലിലാണ് കേട്ടോ. ആദ്യക്ക് ഇന്ന് സ്കേറ്റിംഗ് ഷൂസ് കിട്ടുന്നതിന് സന്തോഷത്തിലാണ് ആൾ. അപ്പോൾ ഞങ്ങൾ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്കും ഒരു കുഞ്ഞ് ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ടെമ്പറേച്ചർ ചെക്കിങ്ങും പിന്നെ ഹാൻഡ് സാനിറ്റൈസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ബ്രദറെ വിളിച്ചിട്ട് അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോയത് സൈക്കിളിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് നമ്മൾ ആ ഒരു ഏരിയയിലേക്കാണ് പോവുക. അപ്പം ആദ്യം അവിടെ ചെന്നിട്ട് കുറച്ചിങ്ങനെ ട്രയലൊക്കെ ചെയ്ത് നോക്കണം. അതെല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത്. എല്ലാ ഡെക്കാത്തലോണിൽ പോകുന്ന എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവരും. നമ്മളെന്താ പറയുക, ചിലപ്പം സാധനങ്ങൾ പർച്ചേസ് ചെയ്താലും അതിൽ കൂടുതൽ ട്രയലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ. പക്ഷെ അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കോവിഡൊക്കെ ആയതിൻ്റെ പേരിൽ ഇവിടെ കുറേ റെസ്ട്രിക്ഷൻസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ട്രയൽ ചെയ്യാനൊന്നും കൊടുക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യക്കാണെങ്കിൽ അത് കേട്ടപ്പം ഭയങ്കര വിഷമമായി. അങ്ങനെ ആ പയ്യൻ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ഒന്ന് റൗണ്ട് അടിച്ചോളാൻ പറഞ്ഞിട്ട് അവൻ്റെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അവൻ ഒരു റൗണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ 2-3 റൗണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് സംഭവം വെച്ചത്. ഇവൻ ഉദ്ദേശിച്ചത് വേറെ സൈക്കിളാണ്, വേറെ ഗിയർ സൈക്കിളാണ്. അപ്പം അവനക്ക് അവരെടുത്ത് കൊടുത്തത് അവൻ്റെ ഏജിലുള്ള മീൻസ് ആ ഒരു ഏജിലുള്ള സൈക്കിൾ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇവനക്കാണെങ്കിൽ അത് വേണ്ട, അവനക്ക് വലിയ സൈക്കിളൊക്കെ മതി. പക്ഷെ ഒന്നും ട്രയൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ മനസ്സോടെ ആദ്യം ഇതാ സൈക്കിളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഞങ്ങൾ ഇതുപോലെ ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ച് നടന്നേ. അപ്പം എപ്പോഴും അതെ ഇങ്ങനെ സൈക്കിളൊക്കെ കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ഒരു സൈക്കിൾ വാങ്ങണമെന്നും സൈക്ലിംഗ് ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹമാണ് എനിക്ക്. അപ്പം നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ട്രെഡ്മില്ലൊക്കെ കണ്ടപ്പോഴേക്കും ആദ്യയുടെ മൈൻഡൊക്കെ ഇങ്ങനെ മാറി തുടങ്ങി. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ക്ലാസ് എടുത്തിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. എനിക്കറിയായിരുന്നു ട്രയലിംഗ് എന്തായാലും ഉണ്ടാവില്ലല്ലോ. അത് മാത്രമല്ല നമുക്കത് റിസ്ക് ആയതിൻ്റെ പേരിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ആളിങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ടൊക്കെ നിൽക്കുകയാണേ. അങ്ങനെ ഞങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴേക്കും എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇവിടെ അടുത്ത് തന്നെ കളമശ്ശേരിയിലെ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് അവനവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പം സ്കേറ്റിംഗ് ഷൂസിൻ്റെ സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും കളക്ഷൻ കുറച്ച് കുറവായിരുന്നു. കാരണം ആദ്യ ബിഗിനറാണ്. അപ്പം ആദ്യക്ക് പറ്റിയതിൽ കളക്ഷൻ കുറവായിരുന്നു. ആകെ 4 വീലിൻ്റെ ഒറ്റ സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങോട്ട് കണ്ടപ്പം ഇഷ്ടപ്പെട്ടില്ല ആൾക്ക്. അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ഷൂസ് ഇട്ടിട്ട് ചെയ്യുന്ന മോഡലാണ്. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം അത് തന്നെ പറഞ്ഞു എനിക്ക് സിംഗിൾ വീല് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കാണുന്ന ബ്ലൂ ഇല്ലേ, അപ്പം ആ ബ്ലൂ നോക്കാമെന്ന് കരുതി. അപ്പം അവൻ്റെ സൈസിൽ ആ ബ്ലൂ കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാഫ് അവൻ്റെ ഫീറ്റ് മെഷർമെൻ്റ് ഒക്കെ എടുത്തായിരുന്നേ. അങ്ങനെ ഏതാണ്ടൊക്കെ സംഭവം ഉറപ്പിച്ചു. എന്നുവെച്ചാൽ നമുക്കിനി ട്രയൽ ചെയ്ത് നോക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും, സൈസ് കറക്റ്റ് ആവുമോ എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പം അവരെന്നെ പറഞ്ഞു മെഷർമെൻറ്റ് എടുത്താൽ കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ സൈസ് തന്നത്. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാമല്ലോ.
അങ്ങനെ നമ്മളുടെ സ്കേറ്റിംഗ് ഷൂസ് സെറ്റായിട്ടുണ്ട്. അപ്പം ആദിക്ക് നല്ല ഹാപ്പിയായി, ആൾ നല്ല ത്രില്ലിലാണ്. പക്ഷെ എന്താ പറയുക, മാസ്ക് ഇട്ടതിൻ്റെ പേരിൽ ആളുടെ ഫേസ് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലേ ചിരിക്കുന്നത്. അത്ര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ വന്ന കാര്യം നടന്നു. അപ്പം ക്ലോസ് ചെയ്യാനായിട്ട് ഇനിയും കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നേ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഇനി കുറച്ചും കൂടി ഒന്ന് ചുറ്റി നടക്കാമെന്ന് കരുതിയിട്ട് ഇതുപോലെ ഒന്ന് ഓരോ ഐറ്റംസ് നോക്കുമായിരുന്നേ. അപ്പോൾ അവിടെ ആ സമയത്ത് ക്ലിയറൻസ് സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ ഫുട്ബോൾ സെക്ഷനിൽ എത്തിയപ്പോഴേക്കും ആദ്യം അങ്ങോട്ട് ഒരു വലിവുണ്ടായിരുന്നു. അപ്പോൾ ആളിങ്ങനെ ഓരോ സംഭവങ്ങൾ എടുത്ത് നോക്കുന്നുണ്ട്. എന്നാലും ഇനി അടുത്ത തവണ വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചു. അങ്ങനെ പോകുന്നു പയ്യെ. പിന്നെ ഞാനൊന്ന് ഫിഷ് ആൻഡ് ടാക്കിൾസിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം മിക്കാക്ക് നല്ല ആഗ്രഹമാണ് ഇതൊരെണ്ണം വാങ്ങണം എന്നുള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം വാങ്ങാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ മോഡലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പയ്യെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സന്തോഷം ആദിയുടെ സന്തോഷമാണ് കേട്ടോ. അത് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.